ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെമ്മീൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 700 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ഈക്വലായി മിക്സ് ചെയ്തെടുത്തതാണ് ഈ മുളക് പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെമ്മീനിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ബിരിയാണിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും 6 വലിയ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു കൈ നിറയെ പുതിന ഇലയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഓണാക്കി അതിലേക്ക് ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കണം. 4 വലിയ സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാലൻസ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ഏകദേശം 50 ഗ്രാം കാഷ്യൂ നട്ട്സും 40 ഗ്രാം കിസ്മിസുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അരി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം വെച്ച് അതിലേക്ക് 1/4 കപ്പ് സവാള ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3-4 ബേ ലീഫ്, 4 ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു വലിയ പീസ് കറുവാപ്പട്ട, 10 ഗ്രാമ്പൂ, 8 ഏലക്ക ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കൈ നിറയെ പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 3 കപ്പ് ബസുമതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയാണിത്. അരി ഈ എണ്ണയിലിട്ട് കുറച്ചു നേരം ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു കൈ നിറയെ നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അരി വേവിക്കാൻ. വെള്ളം വറ്റി കഴിയുമ്പോൾ അരി പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ബാച്ചായിട്ട് വേണം ചെമ്മീൻ ഫ്രൈ ചെയ്യുവാൻ. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശവും 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചെമ്മീൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
ചെമ്മീൻ കോരി മാറ്റിയതിന് ശേഷം സെയിം ഓയിലിലേക്ക് നമുക്ക് ഒരു ചെറിയ കറുവാപ്പട്ട, 3-4 ഏലക്ക, അതുപോലെ 5-6 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് തക്കോലം ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ബാലൻസ് ഉള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 3 വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തു തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു 1/4 ഭാഗത്തോളം എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോയിലേക്ക് ആക്കാൻ മറക്കരുത്. റൈസ് ഇടുമ്പോഴെപ്പോഴും ലൂസായിട്ട് വേണം ഇടാൻ, മുകളിൽ നിന്ന് അമർത്തി കൊടുക്കരുത്. ഏറ്റവും മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ വിതറി കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിടാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും 1/2 മണിക്കൂർ കൂടി സ്റ്റൗ ടോപ്പിൽ കീപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്യുന്നത്. റൈസും ഗ്രേവിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.